നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്ത, അതായത് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ബംഗ്ലാദേശ് ഉന്നയിച്ചത്. എന്തായാലും ബംഗ്ലാദേശിന് കുറിക്കൊള്ളുന്ന മറുപടി ഇന്ത്യ നൽകിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബംഗ്ലാദേശിലെ കിഴക്കൻ അതിർത്തി ജില്ലകളുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണമായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. ബംഗ്ലാദേശ് കുറ്റപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ത്രിപുരയിലെ ഗുംതി നദിയിലെ ദുംബൂർ അണക്കെട്ട് തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ അതിർത്തിയിലെ ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്നാണ്. എന്നാൽ ബംഗ്ലാദേശിന്റെ ഈ ആരോപണങ്ങളെ തള്ളി ഇന്ത്യ രംഗത്തെത്തി. ഇത്തരത്തിലൊരു ആരോപണം നടത്തിയതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇടക്കാല സർക്കാരിന് ഇന്ത്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ്: തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുത് എന്നാണ്. ഇടക്കാല സർക്കാരിന്റെ ഉപദേശകരിൽ ഒരാളായ മുഹമ്മദ് നഹീദ് ഇസ്ലാം ആരോപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നിസ്സഹകരണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ്. എന്നാൽ ഇന്ത്യ ഈ വാദങ്ങളെ തള്ളുകയാണ്. നഹീദ് ഇസ്ലാം ആരോപിക്കുന്നത് മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെയും തയ്യാറെടുപ്പിന് സമയം നൽകാതെയുമാണ് അണക്കെട്ട് തുറന്നതെന്നാണ്. ഇന്ത്യ മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ബംഗ്ലാദേശ് സർക്കാർ അധികൃതർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ യൂനൂസിൽ വിളിച്ചു വരുത്തിയതായി നിഗമനങ്ങളുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുതെന്നാണ്. ഉഭയകക്ഷി പ്രോട്ടോകോൾ അനുസരിച്ച് ബംഗ്ലാദേശിന് തത്സമയ വെള്ളപ്പൊക്ക ഡേറ്റ നൽകുന്നത് ഇന്ത്യ തുടരുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചെറുതും വലുതുമായ 54 നദികളാണ് പങ്കിടുന്നത്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഗുംതി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തത്. ഇതാണ് വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം. അണക്കെട്ടിന് താഴെയുള്ള വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബംഗ്ലാദേശിന് 120 കിലോമീറ്റർ മുകളിലായി അതിർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 30 മീറ്റർ ഉയരമുള്ള അണക്കെട്ട്. ഏകദേശം 120 കിലോമീറ്റർ നദീതീരത്ത് അമർപൂർ, സോനാമുറ 2 എന്നിവിടങ്ങളിൽ തങ്ങൾക്ക് 3 ജലനിരപ്പ് നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 21 മുതൽ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ സമീപ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. തത്സമയ വെള്ളപ്പൊക്ക ഡേറ്റ ബംഗ്ലാദേശിന് കൈമാറുന്നുണ്ട് എന്ന വിവരവും ഇന്ത്യ വ്യക്തമാക്കി. 1956 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനമായ അഗർത്തലയുടെ 80% വെള്ളത്തിലാകുന്ന അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത്. കനത്ത മഴയും അപ്സ്ട്രീമിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക്, ഇതൊക്കെ കാരണം ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കമുണ്ടായി 8 ജില്ലകളാണ് വെള്ളത്തിനടിയിലായത്. ദുരന്ത നിവാരണ ദുരിതാശ്വാസ മന്ത്രാലയമാണ് ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സുനംഗഞ്ച്, മൗൾ വിബസാർ, ഹബിഗഞ്ച്, ഫെനി, ചാട്ടോഗ്രാം, നോഖാലി, കോമില്ല, ഗഗ്രജാരി എന്നീ ജില്ലകളിലാണ് വെള്ളപ്പൊക്കമുണ്ടായത്. ഏകദേശം 1 കോടിയിലധികം ജീവിതങ്ങളെയാണ് ഈ ഒരു ദുരിതം സാരമായി ബാധിച്ചത്. ബംഗ്ലാദേശ് ഈ വിവരമാണ് പുറത്തുവിടുന്നത്. അതിനിടയിലാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണ് എന്നൊരു ആരോപണം കൂടി ബംഗ്ലാദേശ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ വ്യക്തമായ മറുപടി ബംഗ്ലാദേശിന് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.